കെ രാഘവൻ ആദ്യം 2009 മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അത്രത്തോളം കുറയാൻ കാരണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന എതിർപ്പാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ അത്രത്തോളം സ്വീകാര്യനാണോ കെ രാഘവൻ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. കെ രാഘവൻ ശശി തരൂർ ഗ്രൂപ്പാണെന്ന് ആക്ഷേപം കോൺഗ്രസിലുണ്ട്. തരൂർ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ രാഘവൻ പരസ്യമായിട്ട് പിന്തുണച്ചിരുന്നു. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കെ രാഘവനെ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അലട്ടുന്നുണ്ടോ? അല്ല, കോൺഗ്രസിലെ ഗ്രൂപ്പ് എന്നുള്ളത് അതിൻ്റെ അവിഭാജ്യ ഘടകമല്ലേ. എല്ലാ കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പുകളുള്ള സമയത്താണ്, ഗ്രൂപ്പ് വഴക്കുകളുള്ള സമയത്ത് തന്നെയാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സിൽ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ, ഇപ്പോൾ AICC തെരഞ്ഞെടുപ്പുമായിട്ട് ഇപ്പോഴും മാത്രമല്ല, എത്രയോ കാലങ്ങളായിട്ട് AICC തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ തന്നെയുള്ള ഉണ്ടായിരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളെ മാറ്റുകയും സ്ഥാനാർത്ഥികളുടെക്കെതിരെ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, കോൺഗ്രസ് നിലനിൽക്കുന്നത് ഗ്രൂപ്പുകളുടെ ഐക്യത്തിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ CPM-ലെ വിഭാഗീയത പോലെയല്ല നമ്മൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ കാണുന്നത്. അപ്പോൾ BS അച്യുതാനന്ദൻ്റെ കൂടെ നിന്നവരുടെ അവസ്ഥ എന്താണ്, അന്ന് പണ്ട് നിന്നിരുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പോൾ CPM-ൽ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന ഒരു വെട്ടിനിരത്തൽ എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറില്ല. കാരണം കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ഗ്രൂപ്പ് മാറുകയും ഒക്കെ ചെയ്യുന്നു. അത് കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ DNA-യിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ രീതിയിൽ രാഘവനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ CPM-നെ സംബന്ധിച്ചാണെങ്കിൽ 1980 EK ഇമ്പിച്ചു ബാവ ജയിച്ചതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുള്ള CPIM-ൻ്റെ ഏക വിജയം. പിന്നീട് ഇടതുമുന്നണി ജയിച്ചപ്പോഴൊക്കെ അത് ജനതാദളിലെ വീരേന്ദ്രകുമാറായിരുന്നു സ്ഥാനാർത്ഥി. ജനതാദൾ എന്ന മുന്നണിയുടെ ഭാഗമായി ജനതാദൾ മത്സരിക്കുകയും ജനതാദളിന് വേണ്ടി വീരേന്ദ്രകുമാർ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് CPIM-ന് 1980 ശേഷം ഒരു തവണ പോലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയെങ്കിലും വിജയിക്കുക എന്നുള്ളത് CPIM-ൻ്റെ കോഴിക്കോട് ഘടകത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ തവണ തന്നെ പ്രദീപ് കുമാറിനെ അവർ മത്സരിപ്പിച്ചത് സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. ഇത്തവണ എളമരം കരീം മത്സരിക്കുന്നു. CPM-ന് നല്ല സംഘടനാ സംവിധാനമുണ്ട്. പ്രചരണം വളരെ ഊർജിതമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കെ രാഘവൻ്റെ ഒരു ജനകീയ പ്രതിച്ഛായയെ മറികടന്നുകൊണ്ട് കോഴിക്കോട് തിരിച്ചുപിടിക്കാൻ CPM-നാവോ? അത് പറയാൻ സമയമായിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും CPM-ന് ഓരോ സീറ്റും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം CPM-ന് അവരുടെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തണമെങ്കിൽ ഓരോ സീറ്റും ജയിച്ചേ മതിയാവും. തീർച്ചയായും എളമരം കരീമിലൂടെ CPM ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. അപ്പം അത് വിജയിക്കുമോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവാത്ത അവസ്ഥയിലാണ്. തീർച്ചയായും വളരെ നല്ലൊരു മത്സരം ഇവിടെ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സാമുദായിക സമവാക്യങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഒരുപക്ഷേ അത് എളമരം കരീമിന് അനുകൂലമായി വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതൊരു സാധ്യതകൾ മാത്രമാണ്. ആ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമായൊരു അല്ലെങ്കിൽ CPM കണക്കൂട്ടുന്ന രീതിയിൽ തന്നെ ആ സമവാക്യങ്ങൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമായിരിക്കും ഇവിടെ ഉണ്ടാകുക. അതല്ല, മറിച്ച് കെ രാഘവൻ എന്ന വ്യക്തിയുടെ, അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയല്ല, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു ഇളക്കം തട്ടാത്ത രീതിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ CPM-ന് പ്രതീക്ഷിക്കാനൊന്നുമില്ലതാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സാമുദായിക ഘടകങ്ങൾ എന്നതുകൊണ്ട് പ്രശാന്ത് ഉന്നയിച്ചപ്പോൾ സംസ്ഥയിലെ ചേരിതിരിവ്, ലീഗുമായിട്ട് കുറച്ച് അകന്നു നിൽക്കുന്ന വിഭാഗമുണ്ട്. UDF-ൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ലീഗിൽ നിന്ന് തന്നെ CPM അനുകൂല നിലപാടെടുക്കുന്ന സമസ്ത നേതൃത്വത്തിലുള്ളവരുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. അതൊക്കെ കോഴിക്കോട് മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ SDPI-യുടെ പിന്തുണ, അത് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും SDPI കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെത്രത്തോളം നിർണായകമാകും? ആദ്യം പറഞ്ഞ കാര്യം, സമസ്തയിലുള്ള കാര്യം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ CPM-ന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അത് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കോഴിക്കോടാണ്. കാരണം എളമരം കരീം എന്ന സ്ഥാനാർത്ഥിക്ക് വിവിധ മുസ്ലിം സംഘടനകളുമായിട്ട്, പ്രത്യേകിച്ച് സുന്നി സംഘടനകളുമായിട്ടുള്ള ബന്ധം,
അതൊക്കെ കൃത്യമായ രീതിയിൽ സി പി എമ്മിന് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടാവുമല്ലോ. അത് ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാനായിട്ടില്ല. ആ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സമസ്തയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ലീഗിൻ്റെ അകത്ത് ഉള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സി പി എം വിചാരിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ അത് പക്ഷേ ഇളവരക്കരിയിൽ അനുകൂലമാവാനാണ് സാധ്യത. രണ്ടാമത്തെ പ്രശ്നം SDPI ആണ്. SDPI പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തങ്ങൾ എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് SDPI ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിപ്പോൾ എങ്ങോട്ട് തിരിയും എന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ SDPI പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും വോട്ടുകൾ ഇളവര കരീമിന് കിട്ടും എന്ന ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. വാസ്തവത്തിൽ SDPI പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ അത് തങ്ങളോട് കൂടെ നിൽക്കുന്ന വിഭാഗങ്ങളെ അത് ആൻ്റഗണൈസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ എതിർപക്ഷത്ത് നിർത്തും എന്നുള്ളതായിരിക്കാം ആ കാര്യത്തിൽ കോൺഗ്രസ് ഉണ്ടായുള്ള ഒരു വേവലാണ്. അതായത് നമ്മൾ വടകര മണ്ഡലം സംസാരിച്ചപ്പോഴും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പക്ഷേ പെൻഷൻ കുടിശ്ശികയുള്ളത്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സബ്സിഡി നിരക്കുള്ള വസ്തുക്കൾ കിട്ടാത്തത്, അങ്ങനെ പല നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, അതിന് കാരണങ്ങൾ പലതുണ്ടാകാം, പക്ഷേ നേരിട്ട് അതിന് പ്രതിക്കൂട്ടിൽ നിൽക്കുക സംസ്ഥാന സർക്കാർ തന്നെയുണ്ട്. അത് CPMന് പ്രതികൂലമായിട്ടുണ്ടോ? ഇതൊരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റി, ദേശീയ വിഷയങ്ങൾ പ്രധാനമായും ഉന്നയിച്ച് ഇതൊരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റാൻ CPMന് കഴിഞ്ഞിട്ടുണ്ടോ? അതുവഴി ഈ പ്രശ്നത്തെ, അതായത് ഭരണത്തിനെതിരായ ഒരു കാരണമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ CPMന് കഴിയുമോ? അല്ല, ഇതിപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത്. അതിനെ മറികടക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് CAA എന്ന വിഷയം അതിശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ചെയ്യുന്ന അവഗണന, കേരളത്തോടുള്ള ഈ ഒരു സമീപനം, ഫെഡറലിസത്തിനെതിരായ വെല്ലുവിളി എന്നൊക്കെ രീതിയിലുള്ള പല രീതിയിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരുപക്ഷെ തങ്ങൾക്ക് എതിരെ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ മറച്ചു വെക്കാം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൂടെയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വയലൻസ് എന്ന് പറയുന്ന രീതിയിൽ പുതിയൊരു ചർച്ച വടകരയിലാണ് അത് ശക്തമായിട്ട് ഉന്നയിക്കുന്നതെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒരുപക്ഷെ CPM മറുപടി പറയേണ്ട ഒരു പ്രശ്നമായിട്ട് ഈ രാഷ്ട്രീയ ആക്രമണങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വയലൻസ് എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഈ പുതുതായി വരുന്ന പ്രശ്നങ്ങൾക്ക് കൂടി ഒരുപക്ഷെ CPM മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്.